ഹായ് ഗായ്സ്, സേസോവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഞങ്ങളുടെ കുഞ്ഞുവാവിടെ ചോറുന്നലാണ്. അപ്പൊ അതിന്റെയൊക്കെ എല്ലാ ഡെക്കറേഷനൊക്കെ വേണ്ടിട്ട് കുറച്ച് काम ചെയ്യണം അല്ലേ? काम हो गया है डेकोरेशन का एंड खाना वाना भी कल रेडी हो जाएगा. ഞങ്ങൾ പുറത്തുനിന്നാണ് ഫുഡൊക്കെ വാങ്ങിക്കണേ. പിന്നെ ഡെക്കറേഷന് വേണ്ടി ഞങ്ങൾ പോവാണ്. എന്തൊക്കെ ഡെക്കറേഷൻ എന്താ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ പ്ലെയിൻ ആണ് ഡെക്കറേഷനൊക്കെ. അപ്പൊ നോക്കാം. ഇതുണ്ടോ, അതിന് വേണ്ടി എല്ലാരും ഇങ്ങനെ ഇരിക്കുകയാണ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിട്ട്. ഞങ്ങൾക്ക് ഇനി നോക്കാം. ബായ്. ഞങ്ങൾ ഡെക്കറേഷൻ കാണിച്ചാല് ബായ്. സോനുവിൻ്റെ ബ്രദേഴ്സ് ഉള്ളതുകൊണ്ട് വർക്കെല്ലാം പെട്ടെന്ന് കഴിയാൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഫുൾ കോമഡി ആയിരുന്നു ഡെക്കറേഷൻ ടൈമിൽ നിന്ന്. രണ്ട് കൂട്ടർക്കും ഒന്നും മനസ്സിലായ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കും. അമ്മ വന്നിട്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് അതാണ് ഇത് ഇതാണെന്ന് പറയുമ്പോഴാണ് ഒരു പിടി കിട്ടിയത്. നാട്ടിലൊക്കെ ആണെങ്കിൽ ഫുൾ ബന്ധുക്കാരെല്ലാം വന്ന് ഫുൾ ബഹളമായിരിക്കും വീട്ടിൽ. പിന്നെ പറയണ്ടല്ലോ. പക്ഷെ ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ ആരും അങ്ങനെയൊന്നും വിളിക്കുന്നില്ല. ചെറിയൊരു ലളിതമായൊരു പരിപാടിയാണ് നടത്തുന്നത്. അങ്ങനെ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഹായ് ഗായ്സ്, ഭയങ്കര ടയർനെസ് ആയി കണ്ടോ. ഭയങ്കര കാലുവേദന, കൈവേദന. बहुत टायर्ड. फिर क्या देखो हमारे घर पे बेली है. എനിക്ക് ബേലി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ബേലിക്കുട്ടിയാണ് ഇവള്. ആള് കാണുന്ന മാതിരിയൊന്നുമല്ല, വില്ലത്തിയാണ് ഇവള്. ഞങ്ങളുടെ ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. അത് ആ സാധനങ്ങൾ എടുത്തിട്ട് ഓടുക. ഇതെടുത്ത് കൺഫ്യൂഷൻ ആയി. എന്നാ സോനു खराब हो रही है. बार बार चेंज करना पड़ रहा है. इधर के फ्लावर्स उधर ही मैच हो रहे हैं, उधर के फ्लावर्स इधर छोटे हो जा रहे हैं. कभी कभी हमारे पास कुछ फ्लावर्स सिर्फ एक ही है, तो सब कुछ मिक्स मैच करके बहुत जुगाड़ करके हमने बहुत अच्छा डेकोरेशन किया है, जो हम आपको कल दिखाएंगे. അവള് നാളെ കാണിക്കുന്ന പറഞ്ഞ്. ആ ശരി. എനിക്ക് നല്ല ഉറക്കം വേണ്ടി. സമയം ഇപ്പൊ 1 മണിയൊക്കെ ആയി. 1 മണിയൊക്കെ ആയി. ആകെ ടയർനെസ് ആയി. സൂര്യന് 2 ഏട്ടന്മാരുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. സോറി, അനിയന്മാരുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇവര് പറയും സത്യമായിട്ടൊന്നും മനസ്സിലായിണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് പറയാനാ, ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം എന്നുള്ളൂ. ഈ നാളെ എത്ര മണിക്ക് എണീക്കുമെന്ന് അറിയില്ല. 10 മണിക്കെന്നാ പറഞ്ഞിരിക്കുന്ന കുട്ടിക്ക് ഫുഡ് കൊടുക്കേണ്ടത്. ना सोनू, आप कितना बजे में उठा देंगे? मैं सुबह मुझे उठना है 5:30 बजे, 5:30 AM. ഞാൻ അപ്പോഴൊന്നും എണീക്കില്ല. എനിക്കൊന്നും വയ്യ കാര്യം പറയാനുണ്ടോ. ഞാൻ 7 മണിക്ക് എണീക്കും. मैं अलार्म लगा के सोऊंगी, लेकिन बीच में पॉज होता जाएगा. वो 1 घंटा डिले भी हो सकता है. ट्राई करेंगे सुबह उठने. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പത്തിന് 8 മണിയായി. അത് കഴിഞ്ഞ് ഫുഡ് പോലും കഴിക്കാണ്ട് ഈ ഡെക്കറേഷൻ കഴിഞ്ഞ് ഇനി 5 മണിക്കൊന്നും എന്നെ കൊണ്ട് എണീക്കാൻ പറ്റില്ല. നോക്കാം എത്ര മണിക്ക് റെഡി. സോനുവിക്ക് നല്ല ഉറക്കം വേണ്ടി. ഗുഡ് നൈറ്റ് പറയാം. गुड नाइट. कल അപ്പൊ ഞങ്ങള് बहुत थक गए हम, बहुत ज्यादा थक गए. അതെ, തകയ മീൻസ് നല്ല ക്ഷീണിച്ചു എന്നാണ് അവള് പറയുന്നത്. टायर्ड. അപ്പൊ നിങ്ങൾ നാളെ ഒരുങ്ങിയിട്ടെല്ലാം വീഡിയോ ഇടുക. എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. प्लीज सब्सक्राइब. यस, ലൈക്ക് ചെയ്യണേ. അപ്പൊ ശരി, ഞങ്ങൾ ഒരുങ്ങിയിട്ട് शेयर एंड कमेंट ചെയ്യണേ കേട്ടോ പ്ലീസ്. അപ്പൊ ശരി, ബൈ ബൈ. അങ്ങനെ ഉണ്ണിക്ക് ചോറിനെല്ലാം കൊടുത്ത് വീട്ടിലെത്തി. Thank you so much for watching. Bye bye.